പാലക്കാട് നെന്മാറയിൽ അന്ധവിശ്വാസത്തിന്റെ അരുംകൊല. പൊലിഞ്ഞത് 3 ജീവനുകൾ. വർഷങ്ങൾക്ക് മുമ്പ് സംശയവും അന്ധവിശ്വാസവും പൊറുതിമുട്ടി കത്തിമുനയിൽ നിന്ന് ഇട്ടിരുന്ന വസ്ത്രത്തിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ഒരമ്മയും മകളും. അന്നൊറ്റപ്പെട്ട ചെന്താമര എന്ന കൊടും പാതകി. സംശയരോഗിയും കടുത്ത അന്ധവിശ്വാസിയുമായിരുന്ന ചെന്താമരയ്ക്ക് ഒറ്റപ്പെടലിന്റെ കാരണം ഉപദേശിച്ചത് ഒരു ജ്യോത്സ്യൻ. മുട്ടറ്റം മുടിയുള്ള ഒരു സ്ത്രീയും കുടുംബവുമാണ് ചെന്താമരയുടെ കുടുംബം അയാളിൽ നിന്ന് വേർപിരിയാനുള്ള കാരണമെന്ന ചിന്ത അയാളിൽ ജനിക്കുന്നു. അയലത്ത് താമസിക്കുന്ന ചില സ്ത്രീകൾ തന്റെ ഭാര്യ തന്നിൽ നിന്ന് വേർപെട്ടു പോകാൻ കാരണക്കാരായതായി തോന്നിയ ചെന്താമര പിന്നീട് അയൽപക്കക്കാർക്കെല്ലാം ഭീഷണിയായി. അതിൽ മുടിയേറെയുള്ള സജിതയും കുടുംബവുമാണ് തന്റെ കുടുംബം തകരാനുള്ള കാരണമെന്ന് ചെന്താമര ഉറപ്പിക്കുന്നു. പിന്നീട് 2019 ഓഗസ്റ്റ് 31 ചെന്താമര സജിതയെ കിടപ്പുമുറിയിൽ കയറി അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് സജിതയാണെന്ന സംശയത്തിന്റെ പേരിലായിരുന്നു സജിതയെ വകവരുത്തിയത്. ഈ കൊലപാതകം വിദഗ്ധമായിട്ടായിരുന്നു പ്രതി ആസൂത്രണം ചെയ്തത്. സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു കൊലപാതകം. ഈ സമയം വീട്ടിൽ സജിത തനിച്ചാണെന്ന് ചെന്താമര മനസ്സിലാക്കിയിരുന്നു. കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പരിശോധനയിൽ പിടികൂടുകയായിരുന്നു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ സെപ്റ്റംബർ 3 ഇയാൾ പിടിയിലാകുന്നത്. അന്ധവിശ്വാസം കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ പണിക്കൊരു ജോത്സ്യന്റെ അടുത്ത് കൊണ്ടുപോയി കാണും. ആ മുടി നീളം വളർത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം തകർക്കാൻ കാരണം പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ചേച്ചിക്ക് സജിത പറഞ്ഞ ചേച്ചിക്ക് നല്ല മുടിയാണ്. അപ്പൊ അയാൾക്ക് കണ്ട അവസ്ഥയ്ക്ക് സജിത ചേച്ചിന്റെ മുടിയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഇവരായിരിക്കും എന്റെ കുടുംബം തകരാനുള്ള കാരണം എന്ന് മനസ്സിൽ പക വെച്ചുകൊണ്ട് നടന്ന ആ ചേച്ചിനെ കൊന്നു. ഇപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം അവന്റെ ഭർത്താവിനെയും അമ്മനെയും കൊന്നു. 5 വർഷത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര വീട്ടിലെത്തിയതിനു ശേഷം നിഗൂഢമായ നിരീക്ഷണങ്ങളിലൂടെ ദിവസം കഴിച്ചുകൂട്ടുകയായിരുന്നു. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞുവെന്ന് 5 വർഷം മുമ്പ് ഇയാൾ പോലീസിനോടും പറഞ്ഞിരുന്നു. സജിതയാണെന്ന് ഇത് ഉറച്ചു വിശ്വസിച്ച ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തി. കൃത്യമായ നിരീക്ഷണങ്ങൾക്കപ്പുറം ജനുവരി 27 സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിൽ അതേ വീടിന്റെ മുന്നിലിട്ട് സുധാകരനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തി. അയൽപക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളുണ്ട്. കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. വലത് കൈ അറ്റു നീങ്ങിയിട്ടുണ്ട്. കഴുത്തിനു പിറകിലേറ്റ വെട്ടാണ് മരണകാരണമെന്നാണ് നിഗമനം. ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ്. സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണുള്ളത്. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകളാണ്. കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട്. സംശയവും അന്ധവിശ്വാസവും ഒന്നു ചേർന്നപ്പോൾ ഒരു കുടുംബത്തിലെ 3 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇത്ര പ്ലാനിങ്ങോടെ നിരീക്ഷിച്ച് മനസ്സിൽ പക നിറച്ച് ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തണമെങ്കിൽ അയാൾക്ക് മാനസിക പ്രശ്നം ഒന്നും തന്നെയില്ല. സ്വന്തം സ്വഭാവ വൈകല്യത്തിന്റെ പേരിലാണ് ഭാര്യയും മകളും അയാളെ ഉപേക്ഷിച്ചു പോയതെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും അയാൾക്കില്ലാഞ്ഞിട്ടല്ല. വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന അന്ധവിശ്വാസം തന്നെയാണ് നിരപരാധികളായ 3 ജീവൻ ഇല്ലാതാകാൻ ഇവിടെ കാരണമായിരിക്കുന്നത്.